കുക്കിങ്ങിൽ മാത്രമല്ല ഏത് കാര്യത്തിലും ചെറിയ ശ്രദ്ധക്കുറവ് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ സംയോജിതമായി അത് പരിഹരിക്കാൻ പറ്റുന്നതാണ് പ്രധാനം. There is a solution to every problem. നല്ലതായി പഴുത്ത ചക്കച്ചുള കയ്യിലുണ്ടോ? രുചിയേറും പലഹാരം റെഡി. എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിടുക. കൂടെ 3-4 ഗ്രാമ്പൂ രണ്ടും കൂടെ നല്ലവണ്ണം പൊടിച്ചെടുക്കുക. ചക്കച്ചുളയ്ക്ക് നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുക. മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനിയും ഈ മിക്സിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കൂടെ 1 കപ്പ് അരിഞ്ഞ പഴുത്ത ചക്കച്ചുളയും എല്ലാം കൂടി നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക. അതിനുശേഷം കേക്ക് തയ്യാറാക്കാനുള്ള ടിന്ന് റെഡിയാക്കി വെക്കുക. ഇനി മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കുക. കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ലേശം ഉപ്പ് എല്ലാം കൂടി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ചക്കപ്പഴം മിക്സ് ഒഴിക്കുക. ഒഴിച്ച ശേഷം പൊടി എല്ലാ ഭാഗത്തും വരത്തക്കവണ്ണം ഇത് മിക്സ് ചെയ്യുക. ബാറ്റർ ടൈറ്റ് ആണെങ്കിൽ 2 ടീസ്പൂണ് പാൽ കൂടി ചേർത്തിളക്കണം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. ഇനി ഇത് ട്രേയിലേക്ക് ഒഴിക്കുക. നല്ലവണ്ണം ടാപ്പ് ചെയ്യുക. പിന്നെ റേസിൻസോ അല്ലെങ്കിൽ നട്ട്സ് കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഓവൻ അല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അലുമിനിയം പാത്രമാണ് ഉപയോഗിക്കുന്നത്. 40 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. 30 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്നു നോക്കിയപ്പോൾ ബാറ്റർ നല്ലവണ്ണം പൊങ്ങി അടപ്പിൽ തട്ടി മുകൾ ഭാഗം കുറച്ച് ഇളകിപ്പോയി. പിന്നെ ഞാൻ റിങ് എടുത്ത് മാറ്റിയിട്ടാണ് ബാറ്റർ 10 മിനിറ്റ് കൂടെ വെച്ചത്. ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പ്രശ്നം. 40 മിനിറ്റ് ആയപ്പോഴത്തേക്ക് കേക്ക് റെഡിയായി വന്നു. കേക്കിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ ഷേപ്പിന് കുറച്ച് കോട്ടം വന്നതേ ഉള്ളൂ. ടെക്സ്ചറിനോ രുചിക്കോ ഒട്ടും കുറവ് വന്നില്ല. കുക്കിങ്ങിലെന്നല്ല ഏത് കാര്യത്തിലും ചെറിയ ശ്രദ്ധക്കുറവ് വലിയ പ്രശ്നമുണ്ടാക്കും. ഏതായാലും ഈ രുചിയേറും ഈ ചക്ക കേക്ക് കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.